മഹേഷ് ഇപ്പം നേരത്തെ ചാക്കോച്ചൻ ഒരുപക്ഷെ ഈ സിനിമയെ കമ്മിറ്റ് ചെയ്യാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒരു ഘടകം രാജേഷ് പിള്ളയോടുള്ള പിന്നെ ചാക്കോച്ചൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്. ഒരുപക്ഷെ നിങ്ങളെല്ലാം ഈ സിനിമ പ്രോജക്റ്റിൽ കോർത്തിണങ്ങിയിട്ടുള്ള ഇറക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്തു അല്ലെങ്കിൽ ഒരു വൈകാരികമായ ഒരു പ്രതലം എന്ന് പറയുന്നത് രാജേഷ് പിള്ളയായിരിക്കും. വേണമെങ്കിൽ നമുക്ക് രാജേഷ് പിള്ളയുടെ അതിനോടുള്ള ഒരു കടപ്പാട് വരട്ടവരാണ്. രാജേഷേട്ടൻ പോയതിനു ശേഷം എനിക്ക് രണ്ട് ഓപ്ഷനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, രാജേഷേട്ടൻ്റെ വിധവ എന്നുള്ള രീതിയിൽ മുന്നോട്ട് അങ്ങനെ വിഷമിച്ച് അങ്ങനെ ജീവിച്ചു പോവുക. രണ്ട്, രാജേഷേട്ടൻ്റെ സ്വപ്നങ്ങളും ജീവിതവും എല്ലാം മൂവി തന്നെയായിരുന്നു. ആ ഒരു ബാനറും വേട്ടയുടെ സമയത്ത് രാജ്പിള്ള ഫിലിംസ് എന്ന ബാനറും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ രണ്ട് ഓപ്ഷനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് വേറൊന്നും കൊണ്ടല്ല, രാജേഷ് എന്ന വ്യക്തി ജീവിതവും മരണം വരെയുള്ള എല്ലാം ആ ഒരു മൂവി മാത്രമായിരുന്നു. മഹേഷേട്ടനാളിലും പാർവതി ആളിലും ചാക്കോച്ചേട്ടനാളിലും രാജേഷേട്ടൻ എന്തായിരുന്നു, രാജേഷേട്ടൻ്റെ ഫീലിങ്സ് എന്താണ്, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കും അറിയാം രാജേഷേട്ടൻ എന്താണ് ചിന്തിക്കുക എന്നുള്ളത്. അവർക്ക് മൂന്ന് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് അവരുടെ പ്രത്യേക ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാവുന്നതാണ്. എന്നാലും ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഇന്ന് രാജേഷേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ, ടേക്ക് ഓഫ് എന്ന മൂവി കണ്ടിരുന്നെങ്കിൽ നിങ്ങളെ മൂന്ന് പേരെയും രാജേഷേട്ടൻ വിളിച്ച് പറയണത് എന്തായിരിക്കുമെന്ന് അറിഞ്ഞാൽ കൊള്ളാം. എനിക്ക് അത്രയേ ഉള്ളൂ ചോദിക്കാൻ. ഒരുപക്ഷെ എന്തായിരിക്കും രാജേഷ് ഈ സിനിമ കണ്ടിട്ട് ചാക്കോച്ചനോട് പറയുക? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ബിക്കോസ് ഐ റിയലി വാണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. രാജേഷും ഞാനും ഒരുപാട് അടികൂടുക എന്നുള്ളതല്ല, വളരെ സ്നേഹം കാരണം തന്നെ ഒരുപാട് കാര്യങ്ങളിൽ അതെ കൂടുതലും വഴക്കുള്ളത് DVDs ആരുടെയാണെന്നുള്ളതിനായിരുന്നു. ഞാൻ DVD എടുത്തോണ്ട് പോകും, എന്നിട്ട് അവസാനം എന്റെ DVD എടുത്തോണ്ട് പോയി, അത് എന്റെയാണ്. അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുപ്പത്തിലുള്ളതാ. യെസ്, ഐ എം സോറി. പക്ഷെ മഹേഷിനെ അറിയാവുന്ന വേട്ടയുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളെല്ലാവരും കൂടെ മാറി മാറി പോയി നിന്നിട്ട് ശകാരിക്കുമായിരുന്നു രാജേഷിനെ. അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെ 9 മണിക്ക് ഡ്രിപ്പ് മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ വീഴാണെന്നുള്ള രീതിയിൽ വന്ന് ഷൂട്ടിന് വന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രിപ്പ് അറ്റാച്ച് ചെയ്യുന്ന, അതായത് ഹി ഡിഡ്ന്റ് നോ എനിത്തിങ്. ഹി കെപ്റ്റ് സേയിങ് ഫിലിം വിൽ ഹീൽ മീ എന്നുള്ള രീതിയിലായിരുന്നു മൂപ്പർക്ക്. അതുകൊണ്ട് തന്നെ ഐ എം വെരി ജെലസ് ഓഫ് ചാക്കോച്ചൻ. ഹിസ് വർക്ക്ഡ് ഇൻ 3 movies വിത്ത് ഹിം. മഹേഷും അതായത് നിലിയിൽ ദേ വർക്ക്ഡ് ആസ് ഡയറക്ടർ റൈറ്റർ. എനിക്ക് ഒരു ആക്ടർ എന്ന നിലയിൽ ഒരിക്കലും രാജേഷിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല. അഭിനയിക്കുമായിരുന്നു. ഇൻഫാക്ട് വി വർ പ്ലാനിങ് മോട്ടോർ ഡയറീസ് വിത്ത് ചാക്കോച്ചൻ ഓൾസോ. പക്ഷേ ഐ നോ ഫോർ എ ഫാക്ട് ദറ്റ് പൂവെന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ തമിഴ് സിനിമ കണ്ടിട്ട് എന്നെ രാജേഷ് വിളിച്ചിട്ട് ആ കഥാപാത്രത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന, ഐ റിയലി വിഷ് അങ്ങനത്തെ ഒരു കൊളാബറേഷൻ ഐ ഹാഡ് വിത്ത് ഹിം. സോ ഐ ഡോണ്ട് നോ, ഒരുപാട് ഐ നോ ഫോർ എ ഫാക്ട് അതിലുള്ള എല്ലാ തെറ്റുകളും കണ്ടുപിടിച്ചിട്ട് എന്നോട് പറയുമായിരുന്നു. പക്ഷെ അത് പ്യുവർലി ഔട്ട് ഓഫ് ലവ്. അതും കുറേ ബട്ടർ ബണ്ണും കോക്കും ഒക്കെ കുടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുക എന്നുള്ളതും. പക്ഷേ ഹീ വാസ് ജസ്റ്റ് സോ ഫുൾ ഓഫ് ലവ്. അതിൽ ഒരു രീതിയിലും ആ സ്നേഹം കാണിക്കാൻ അല്ലെങ്കിൽ കുറച്ച് സീരിയസ്നെസ് ഉണ്ടാവണം എന്നോ ഒരു രീതിയിലും ഹി ഡിഡ്ന്റ് നോ ഹൗ ടു സ്റ്റോപ്പ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് രാജേഷ്. ആണെന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ I missed out on a chance to work with him. Megha, I don't know how to answer that question. പക്ഷേ ബേസിക്കലി പാർവതി നിങ്ങളുടെ ഈ അഭിനയമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ട്രിബ്യൂട്ട്. I hope so. ചാക്കോച്ചൻ, you should be very happy that you see you gave a fitting. തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് പാർവതി സിനിമയുടെ പേര് പറഞ്ഞപ്പോഴാണ് രാജേഷ് ആദ്യമായിട്ട് പാർവതിയുടെ പേര് പറയുന്നത് പൂ പാർവതി എന്നാണ്. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ സംഭവം പൂ പാർവതി. ഇപ്പോൾ പൂവ് എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ച പാർവതിയാണ് പൂ പാർവതി എന്ന് അന്ന് മുതലേ രാജേഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ MCD അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് MCDയിൽ എൻ്റെ മകളായിട്ട് അഭിനയിക്കേണ്ട വ്യക്തിയാണ് പാർവതി. അപ്പോൾ മഹേഷിനെ കുറച്ചും കൂടി പേരുള്ളതുകൊണ്ട് ഭാര്യയാക്കി മാറ്റി. ആദ്യഘട്ടത്തിലുണ്ടായ ക്ഷീണം മുഴുവൻ മാറ്റിയ ജോക്സ് അപ്പാർട്ട്, എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞതല്ല, മഹേഷ് ചെയ്തിരിക്കുന്നത് രാജേഷ് എങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കാം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അത് യാതൊരു മാറ്റമില്ലാതെ സ്പോട്ട് ഓൺ ആയിട്ടാണ് മഹേഷ് ചെയ്തിരിക്കുന്നത്. മഹേഷ് ഇപ്പോൾ രാജേഷ് വന്നാൽ എന്ത് പറയും? രാജേഷ് സന്തോഷവും ഉറപ്പായിട്ടും സന്തോഷം. കാരണം കെട്ടിപ്പിടിച്ചൊരു കോക്കിന്റെ ഒരു ബോട്ടിൽ തരും. ഇല്ല കെട്ടിപ്പിടിച്ച് കോക്ക് തരില്ല. പുള്ളി എല്ലാ ദിവസവും
നമ്മൾ ഫോണിലൂടെ സിനിമ മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. സിനിമ വേറെ ഒരു താല്പര്യമില്ല. താല്പര്യം എന്ന് വെച്ചാൽ സിനിമയും ജീവിതവും സിനിമയും ഒരുമിച്ച് കിടക്കുന്നവരാണല്ലോ. അങ്ങനെ സിനിമ മാത്രം, ഓരോ സിനിമകളെക്കുറിച്ചും മാത്രമേ ഉള്ളൂ. വേറെ ഞങ്ങളെല്ലാം ബന്ധിപ്പിച്ച സിനിമയാണ്. 10-15 കൊല്ലങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഇതുകൊണ്ട് അപ്പോൾ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുന്നതിനൊരു 3 വർഷം മുമ്പ് തൊട്ട് ഞങ്ങൾ ആ പടമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതായത് അതിൻ്റെ ഓരോ ഡിസ്കഷനും, ഓരോ സ്റ്റേജും, ഓരോ ഘട്ടങ്ങളും അറിയാവുന്നവരാണ്. അത്രയും ഹാർഡ് വർക്ക് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിനും കൂടെ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്.